നമസ്കാരം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അയോധ്യയിൽ നിന്നാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന് ജന്മം നൽകിയ ഈ പുണ്യഭൂമിയിൽ വരാനും ശ്രീ രാംലല്ലയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കാനും ഭാഗ്യം സിദ്ധിച്ച ദിവസമാണിന്ന്. ഉച്ചയോടുകൂടിയിട്ടാണ് ഞാൻ അയോധ്യയിലെത്തുന്നത്. ഇതിനോടകം സാമാന്യം നല്ല തിരക്കുള്ള ഒരു ദിവസമാണ്. എന്നിട്ട് പോലും 4 തവണ തൊഴാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നു. ഇവിടെ ഒരു ഇലക്ട്രിഫയിങ് അറ്റ്മോസ്ഫിയർ ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ധാരാളം ആളുകളുണ്ട്. എല്ലാവരും ജയ് ശ്രീറാം പറയുന്നു, എല്ലാവരും ജയ് ശ്രീറാം വിളിക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് ഇതുപോലെ ജയ് ശ്രീറാം ചന്ദനത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു. അങ്ങനെ സർവം ജയ ശ്രീറാം മയമാണ് അയോധ്യയിൽ. അപ്പോൾ അയോധ്യയിൽ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇവിടെ തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാർ, മറാഠി സംസാരിക്കുന്ന ആൾക്കാർ, കന്നഡ സംസാരിക്കുന്നവർ, ഹിന്ദി സംസാരിക്കുന്നവർ, ഗുജറാത്തി സംസാരിക്കുന്നവർ. മലയാളികളെയും തമിഴന്മാരെയും അധികമായിട്ട് കണ്ടില്ല. മലയാളികളെ ഒട്ടും കണ്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കൂടുതലും തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഗ്രാമീണരായിട്ടുള്ള ആൾക്കാരാണ്. ഒരു വലിയ പടയായിട്ടാണ് അവർ വരുന്നത്. അത് ഒരു കുടുംബമാണോ ഇനി ഒരു ഏരിയയിൽ നിന്നുള്ള ആൾക്കാരാണോ എന്നറിയില്ല. അതിൽ വയസ്സായ ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ വലിയൊരു ഗ്രൂപ്പായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെ ഇവിടെ ഏറ്റവും ആകർഷിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ 2 സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പതുക്കെ പ്രൊസീഡ് ചെയ്ത് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ നമ്മളൊക്കെ കണ്ടുല്ലോ, ആ ഒരു വലിയ ഏരിയയിലേക്ക് കടക്കുമ്പോൾ, ആ ശ്രീകോവിലിന്റെ പരിസരത്തേക്ക് കടക്കുന്ന സമയത്ത് ഏകദേശം ഒരു 100 മീറ്റർ അകലെ നിന്ന് തന്നെ നമുക്ക് ഈ രാംലല്ലയുടെ വിഗ്രഹം കാണാൻ പറ്റും. ഒരു 3 ഡോം കഴിഞ്ഞിട്ടാണ് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗർഭഗൃഹം ഇരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഓപ്പൺ ആണ്, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ 3 ഒരു അത്തരത്തിലുള്ള ഡോമുകൾ കഴിഞ്ഞിട്ടാണ് ഈ ഇതിരിക്കുന്നത്. അവിടെ നമുക്കൊരു 100 മീറ്റർ ഡെഡ് എൻഡ് ആയിട്ടാണ് രാംലല്ലയുടെ ഈ വിഗ്രഹം കാണുന്നത്. ഇത് കാണുന്ന അവസരത്തിൽ ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു എക്ടസി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. വളരെ ഹാപ്പി ആയിട്ടാണ് അവർ. സത്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിജയാരവം മുഴക്കുന്ന രീതിയിലാണ് അവർ ജയ് ശ്രീറാം പറയുന്നത്. 2 മുഷ്ടികളും ഇങ്ങനെ ഉയർത്തി ഒരു യുദ്ധത്തിലൊക്കെ ജയിച്ച പ്രതീതി തോന്നുന്ന രീതിയിലാണ് ജയ് ശ്രീറാം. അതിപ്പോ വലിയ ആൾക്കാരായിക്കോട്ടെ, ചെറിയ ആൾക്കാരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, വലിയ സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിജയാരവം മുഴക്കിക്കൊണ്ടാണ് ജയ് ശ്രീറാം പറയുന്നത്. അതുപോലെ ഇവിടെ വളരെ മനസ്സിനെ സ്വാധീനിച്ച മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ആളുകളെ പോലെ തന്നെ ധാരാളമായിട്ട് കുരങ്ങുകളുണ്ട്. കുരങ്ങുകൾക്ക് ഒരുപക്ഷെ ആൾക്കാരെക്കാൾ കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്ന ഒരു സ്ഥലമാണ് അയോധ്യ എന്ന് തോന്നി. നമ്മളുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം. എല്ലാവരും അവരെ ജയ് ബജ്റംഗ് എന്ന് പറഞ്ഞ് തൊഴുന്നു. അവർക്ക് ഒട്ടും എന്താ പറയാ ഒരു പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ വഴിമാറി കൊടുക്കുന്നു. മനുഷ്യർ കുരങ്ങനെ ബഹുമാനിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലും ആ ജീവിയുടെ ഉള്ളിലും ഭഗവാൻ ഇരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് അതിന്റെ അകത്തെ ഭഗവത് സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന വളരെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ജന്തുകുലത്തിൽപ്പെട്ട ആളാണെങ്കിൽ കൂടെ ആ കുരങ്ങനെ ഭജിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കുന്ന, അതിനെ തൊഴുന്ന, ഭക്തിയാദരപൂർവ്വം അതിനെ കൺസിഡർ ചെയ്യുന്ന ഒരു കാഴ്ച, അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ജയ് ബജ്റംഗ് വിളിച്ച്, ജയ് ശ്രീറാം വിളിച്ച് ഓരോ കുരങ്ങൻ പോകുമ്പോഴും അതിനെ തൊഴുന്ന ഒരു കാഴ്ച. പിന്നെ അയോധ്യയെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അയോധ്യയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. 1-2 വർഷത്തിന് ശേഷം വരുമ്പോൾ ആ ഒരു പൂർണ്ണത ലഭിക്കും. കാരണം പണി നടക്കുന്നുണ്ട്. ശ്രീകോവിലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തും ഞാൻ പറഞ്ഞ ഈ 3 ഡോമിലെ 2ാമത്തെ ഡോമിന്റെ ഏരിയയിലൊക്കെ പണി നടക്കുന്നുണ്ട്. പുറത്ത് ചുറ്റുമൊക്കെ പണി നടക്കുന്നുണ്ട്. അതിന്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാത്തത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആണ് അയോധ്യ. നമ്മൾ ആദ്യത്തെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് ചെരുപ്പ് സൂക്ഷിക്കാനും, അതുപോലെ മൊബൈല്, അതുപോലെ ബാഗ് തുടങ്ങിയിട്ടുള്ളത് സൂക്ഷിക്കാനുള്ള ലോക്കേഴ്സ് ഉണ്ട്. ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത ഈ ലോക്കർ സംവിധാനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഫോണും അതുപോലെ തന്നെ ചെരുപ്പൊക്കെ സൂക്ഷിച്ചാൽ അതിന്റെ ഒരു ടോക്കണാണ് ഇതിൽ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വലിയൊരു ലോക്കർ സംവിധാനമാണ്. ആ ലോക്കർ സംവിധാനത്തിൽ നമ്മൾ കൊടുക്കുന്ന ബാഗ് ഒരു ലോക്കറിൽ വെക്കും. അത് എന്നിട്ട് താഴിട്ട് പൂട്ടും. ആ പൂട്ടിയ പൂട്ടിന്റെ ചാവിയാണ് നമ്മുടെ കയ്യിൽ തരുന്നത്. നമ്മൾ തൊഴുത് തിരിച്ചു വരുമ്പോൾ അത് കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരെ പോയി ചാവി ഇട്ട് തുറന്ന് നമ്മുടെ ബാഗ് എടുത്ത് പുറത്തു തരുന്ന ആ ഒരു സിസ്റ്റമാണ്. അത് വളരെ രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ നല്ലൊരു സിസ്റ്റമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ടോയ്ലറ്റ്സും വെള്ളവും എല്ലാം അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ പണി നടക്കുന്നത് കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, പൊടിയുടെ ശല്യം, അതുപോലെ തന്നെ ശബ്ദം തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഇലക്ട്രിഫയിങ് അറ്റ്മോസ്ഫിയറാണ് അയോധ്യ നഗരിയുടെ ചുറ്റും. ജയ് ശ്രീറാം മാത്രമാണ് ഇവിടെ. അത് കാണുന്ന കാഴ്ചയിലായാലും കേൾക്കുന്ന ശബ്ദത്തിലായാലും ജയ് ശ്രീറാം, ജയ് ശ്രീറാം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ആളുകൾക്ക് എത്ര കണ്ട് ഈ ശ്രീരാമൻ എന്ന് പറയുന്ന യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ച ഈ എന്താ പറയുക ഭഗവാൻ, അദ്ദേഹം എത്ര കണ്ട് ഇപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജയ് ശ്രീറാം.